പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടിക്കൂലി ഇല്ലാത്തത് കാരണം ഒരു ലോറിയിൽ ഇവർ യാത്ര ചെയ്യുകയായിരുന്നു. കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും VM സുധീരനും. ഒരു ഉത്സവത്തിൻ്റെ ഘോഷയാത്ര, കെട്ടുകാഴ്ചയുടെ ഘോഷയാത്ര വരുന്നപ്പോൾ റോഡ് ബ്ലോക്കായി. അപ്പോൾ ഇവർക്ക് അല്പം ചമ്മലുണ്ട്. അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് 3 പേരും. പക്ഷെ ഒരു ലോറിയുടെ ഡ്രൈവറുടെ സീറ്റിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ കൂടെ വന്ന ആളുകൾ സൈഡിലിരുന്ന VM സുധീരനെ തിരിച്ചറിഞ്ഞു. അവരോടി സുധീരൻ പറഞ്ഞു. ഓടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രമല്ല, ഉമ്മൻചാണ്ടിയും കെ ആന്റണിയും ഈ ലോറിയിലുണ്ട് എന്ന് സുധീരൻ നാട്ടുകാരെ അപ്പോഴത്തേക്ക് നാട്ടുകാർ കൂടി ഇവർക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ശക്തൻ MLA സ്വാഗതം. KPCC ആസ്ഥാനത്തെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് ഇരിപ്പിടം ഇല്ല. സ്റ്റേജിന് താഴെ സ്വന്തം നിലയ്ക്ക് ഒരു കസേരയിട്ട് ആണ് അലോഷ്യസ് സേവ്യർ ഇരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മളത് കണ്ടു. ഒരുപാട് നേതാക്കൾ, അതൊരു വൈഡ് വിഷ്വൽ കണ്ടാൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അത് ഒരു പക്ഷേ തൊട്ട് പിന്നാലെ വരും. അതിനകത്ത് ഒരുപാട് നേതാക്കൾ വേദിയിലുണ്ട്. പക്ഷേ KSU എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ, ആ പദവിയിൽ ഒരാളേ ഉള്ളൂ. അത് അലോഷ്യസ് സേവ്യറാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ കസേരയില്ല. അവിടെ അദ്ദേഹം അപ്പുറത്തുനിന്നൊരു കസേര വലിച്ചിട്ട് താഴെ ഇരിക്കുകയാണ് ചെയ്തത്. മുതിർന്ന നേതാക്കൾക്ക് മാത്രമാണ് വേദിയിൽ ഇരിപ്പിടം എന്നാണ് അതിനുള്ളൊരു വിശദീകരണമായിട്ട് കാണുന്നത്. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, നല്ല വിഷ്വലാണ്, കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷേ ആരൊക്കെയാണ് വേദിയിലിരിക്കുന്നതെന്ന് കാണാൻ പറ്റാത്തൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആരൊക്കെയാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന VM സുധീരൻ സംസാരിക്കുന്നതാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് KSUവിനെ കുറിച്ചാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത്. അലോഷ്യസ് സേവ്യർ ആദ്യം ഇരിപ്പിടമുണ്ടായിരുന്നില്ല, വേദിയിൽ സ്ഥലമില്ലാത്തതിനാലാണ് ഇരിപ്പിടമുണ്ടാകുന്നത്. അലോഷ്യസ് സ്വന്തമായി ഒരു കസേര കൊണ്ടുവന്ന ആ വേദിക്ക് സമീപത്ത് സ്റ്റേജിൽ താഴെയിട്ട് അതിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ നെയ്യാറ്റിൻകര സ്ഥലത്തിൽ ആ കസേരയിൽ ഇരിക്കുകയും അലോഷ്യസിന് വേദിയിൽ ഇട കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അല്പസമയം മുമ്പ് VM സുധീരൻ അലോഷ്യസ് സേവ്യറിന്റെ പേര് വിളിച്ച് അദ്ദേഹം ഈ പോഡിയത്തിന് അടുത്തേക്ക് വന്നപ്പോൾ കൈ കൊടുത്ത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നിലവിൽ നിലപാടുകളിൽ പണയം ാത്ത ആളാണ്, നിലപാടുകൾ ഉറച്ചു പിടിക്കുന്ന ആളാണ് എന്നാണ് VM സുധീരൻ ഇപ്പോൾ പറഞ്ഞത്. അത് പരോക്ഷമായ BDക്ക് ഒരു വിമർശനമായി തന്നെ കാണാം. എന്തായാലും തുടക്കത്തിൽ ഈ പരിപാടി തുടങ്ങിയപ്പോൾ PC വിശ്വനാഥ് എനിക്കത് മനസ്സിലായില്ല ബിനിൽ. അതായത് VM സുധീരൻ അലോഷ്യസ് സേവ്യറിനെ കുറിച്ചാണോ അങ്ങനെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ കുറിച്ചല്ലേ? അല്ലല്ല, തീർച്ചയായിട്ടും ഈ അലോഷ്യസിനെ പോഡിയത്തിനടുത്തേക്ക് വിളിച്ച് ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആണ്. അദ്ദേഹം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അലോഷ്യസ് സേവ്യറിനെ കുറിച്ച് VM സുധീരൻ പറഞ്ഞത്. അങ്ങനെ തന്നെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞത് ഈ പോഡിയത്തിൽ അദ്ദേഹം ഉദ്ഘാടനാണ് VM സുധീരൻ. ആ സമയത്ത് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഉടനീളം തുടക്കം മുതൽ ഒടുക്കം വരെ KSUവിന്റെ പ്രവർത്തിച്ച കാലം മുതൽ ഉമ്മൻചാണ്ടി, ആന്റണി വരടക്കമുള്ള ആ ചരിത്രം പറഞ്ഞു. അതിനുശേഷം പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്താണ് ഈ അലോഷ്യസ് സേവ്യർ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതായത് തുടക്കത്തിൽ അദ്ദേഹം സ്റ്റേജിന് താഴെയാണ് ഇരുന്നത്. അതിനുശേഷം നെയ്യാറ്റിൻകര സ്ഥലം വളരെ വളരെ കൗതുകമുള്ളൊരു വാർത്തയായിരുന്നു. പക്ഷേ അത് എന്തോ ഫോണിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ തിരിച്ചു വരാം ബിനിൽ താങ്കളിലേക്ക്. അതായത് എനിക്ക് മനസ്സിലായത് അലോഷ്യസ് സേവ്യറിന് എന്തായാലും അവിടെ കസേര കിട്ടിയില്ല. പക്ഷേ കിട്ടാത്ത കസേരയ്ക്ക് പകരമായിട്ട് അദ്ദേഹത്തിന് വളരെ വലിയ ഗംഭീരമായിട്ടുള്ളൊരു ഒരു 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 അഭിനന്ദനം പ്രധാനപ്പെട്ട ഒരു നേതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. VM സുധീരൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന നേതാവാണ് എന്ന് അലോഷ്യസ് സേവ്യറിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ബിനിൽ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അല്പസമയത്തിനകം അതിൻ്റെ ആ ബൈറ്റും വിഷ്വലുകളും കൂടെ ലഭിക്കും. അലോഷ്യസ് സേവ്യർ ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള VD സതീശൻ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ അതൃപ്തിക്ക് പാത്രമായ ആളാണ് എന്ന് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയതാണ്. ഇന്നലെ ദൃശ്യങ്ങളായിട്ട് തന്നെ നമ്മളത് കണ്ടതാണ്. മുഖാമുഖം കണ്ടിട്ടും സ്റ്റേജിൽ നിന്ന് അലോഷ്യസ് സേവ്യറോട് ഇരിക്കുന്നതായിട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടും അദ്ദേഹം പക്ഷേ മുഖം കൊടുക്കാതെ പോയിക്കളഞ്ഞു എന്നത്, ഞാൻ മജ്ജയും മാംസവുമുള്ള മനുഷ്യനല്ലേ, എനിക്ക് വിഷമം ഉണ്ടായി എന്ന് അലോഷ്യസ് സേവ്യർ പറയുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. അലോഷ്യസ് സേവ്യറിനെതിരെ KSUവിൻ്റെ തന്നെ നേതാക്കൾ രംഗത്ത് വരുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആണ് ഇന്ന് KPCC ആസ്ഥാനത്ത് നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ അലോഷ്യസ് സേവ്യറിന് ഒരു കസേരയില്ല എന്ന് നമ്മൾ കാണുന്നത്. അതിൻ്റെ വിഷ്വൽസ് വലുതായി കണ്ടാൽ മാത്രമേ, വൈഡായിട്ട് മുഴുവൻ വിഷ്വലും കണ്ടാൽ മാത്രമേ അതിനകത്ത് ഏതൊക്കെ ആളുകളാണ് വേദിയിലിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് VM സുധീരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനൊരു കസേര കിട്ടാത്തതിൽ വലിയ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ടതില്ല. പക്ഷേ അവിടെ കസേര കിട്ടാത്ത അലോഷ്യസ് സേവ്യർ അപ്പുറത്തു നിന്നൊരു കസേര എടുത്ത് അവിടെ ഇരുന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായത് VM സുധീരനെ പോലെ വളരെ ആരാധ്യനായിട്ടുള്ള, വളരെ ബഹുമാനിക്കപ്പെടുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഈ അലോഷ്യസ് സേവ്യറിനെ കുറിച്ച് നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന നേതാവാണ് എന്ന് പറഞ്ഞു എന്നതാണ്. അതിൻ്റെ ബൈറ്റ് കൂടെ അല്പസമയത്തിന് നമ്മുടെ കൈവശത്തേക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ കിട്ടാത്ത കസേരയ്ക്കും കിട്ടിയ ചെറിയ അപമാനത്തിനുമൊക്കെ ബദലായിട്ട് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ കൂടെ കിട്ടുന്നു. അദ്ദേഹത്തിന്
പാർട്ടിയിലും പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും ഉറച്ചു നിൽക്കാനുള്ള ഒരു ആശീർവാദങ്ങൾ കൂടെ കിട്ടുന്നു എന്നുകൂടെ നമ്മൾ കാണണം. പക്ഷേ